കൈയിലേക്ക് ഇറങ്ങുന്ന വേദന അത് കഴുത്തിന്റെ പ്രശ്നം കാരണമാണോ അതോ ഹൃദയാഘാതത്തിന്റെ മുന്നറിയിപ്പാണോ? എങ്ങനെ തിരിച്ചറിയാം? പലർക്കും ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അതുകൊണ്ട് ചികിത്സ വൈകാനും ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ഈ വ്യത്യാസം അറിയുന്നത് നിങ്ങളുടെ ജീവനെ പോലും രക്ഷിച്ചേക്കാം. അത് ഈ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, കൈയിലേക്ക് ഇറങ്ങുന്ന എല്ലാ വേദനയും കഴുത്തിന്റെ പ്രശ്നം കാരണമല്ല. അതുപോലെ എല്ലാ വേദനയും ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണവുമല്ല. പക്ഷേ ഇവ തമ്മിലുള്ള ചില പ്രധാന വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ആദ്യം കഴുത്തുമായി ബന്ധപ്പെട്ട വേദന നോക്കാം. കഴുത്തിലെ ഡിസ്ക് പ്രോബ്ലം, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അല്ലെങ്കിൽ നെർവ് കംപ്രഷൻ ഉള്ളപ്പോൾ വേദന സാധാരണയായി കഴുത്തിൽ നിന്ന് തോളിലേക്കും കൈകളിലേക്കും വിരലുകളിലേക്കും വരെ ഇറങ്ങാം. കഴുത്ത് ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴോ തല താഴ്ത്തുമ്പോഴോ ദീർഘനേരം മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോഴോ ഈ വേദന കൂടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം കൈയിലെ മരവിപ്പ്, സൂചി കൊണ്ട് കുത്തുന്നത് പോലുള്ള ബുദ്ധിമുട്ട്, കൈയിലെ ഗ്രിപ്പ് കുറയുക, ചിലപ്പോൾ കൈക്ക് തന്നെ ബലക്കുറവ് ഇവയും അനുഭവപ്പെടാം. ഇനി ഇത് ഹൃദയവുമായി ബന്ധപ്പെട്ട വേദനയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന സാഹചര്യത്തിൽ വേദന പലപ്പോഴും നെഞ്ചിന്റെ മധ്യഭാഗത്ത് മുറുക്കുന്നത് പോലെയോ ഞെരുക്കുന്നത് പോലെയോ ഭാരം കയറ്റി വച്ചതുപോലെയോ ആരംഭിക്കും. ഈ വേദന ഇടത് തോളിലേക്കും കൈകളിലേക്കും വ്യാപിക്കാം. ചിലരിലാകട്ടെ രണ്ട് കൈകളിലേക്കും പുറത്തേക്കും കഴുത്തിലേക്കും താടിയിലേക്കും വരെ ഈ വേദന പടരാം. പ്രത്യേകിച്ച് നടക്കുമ്പോൾ, പടികൾ കയറുമ്പോൾ, ഓടുമ്പോൾ അല്ലെങ്കിൽ മറ്റു ശാരീരിക അധ്വാന സമയത്ത് വേദന കൂടുകയും വിശ്രമിച്ചാൽ കുറയുകയും ചെയ്യാം. അതോടൊപ്പം ശ്വാസം മുട്ടൽ, അമിത വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചിൽ മുറുക്കം, അസാധാരണ ക്ഷീണം ഇവയും ഉണ്ടാകാം. ഒരു പ്രധാന കാര്യം ഓർക്കുക, കൈയിലേക്ക് വേദന ഇറങ്ങുന്നതിനൊപ്പം നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, അമിതമായ വിയർപ്പ്, തലകറക്കം, ഛർദി ഇവ ഉണ്ടെങ്കിൽ അതൊരിക്കലും സർവൈക്കൽ പെയിൻ ആണെന്ന് കരുതി കാത്തിരിക്കരുത്. ഉടൻ എമർജൻസി മെഡിക്കൽ കെയർ തേടണം. അതേസമയം കഴുത്ത് ചലിപ്പിക്കുമ്പോൾ മാത്രം വേദന കൂടുക, കയ്യിൽ മരവിപ്പ് അല്ലെങ്കിൽ ബലക്കുറവ് അനുഭവപ്പെടുക, വിരലുകളിലേക്ക് വേദന ഇറങ്ങുക ഇവയൊക്കെ ആണെങ്കിൽ അത് സർവൈക്കൽ സ്പൈൻ സംബന്ധമായ പ്രശ്നമാണെന്ന് ധരിക്കാം. സ്പൈൻ ഹെൽത്ത്, ജോയിന്റ് പെയിൻ, നെക്ക് പെയിൻ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി അക്കൗണ്ട് ഫോളോ ചെയ്യൂ.